ഹായ് ഗേസ്, അപ്പോൾ ഇപ്പോൾ സമയം 5 മണി. 5 മണിക്ക് ഞാൻ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല, ഞങ്ങളെ അമ്പലത്തിലെ ഉത്സവമാണെന്ന്. അപ്പോൾ ചേട്ടൻ്റെ കുടുംബക്ഷേത്രം കൂടിയാണ് അത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അവർ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മോരുകറി, അവിയൽ, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ മുതൽ വ്രതമാണ്. കാരണം വന്നിട്ടേ ചിക്കനൊക്കെ കഴിക്കുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പറ എടുക്കാനുണ്ട്, പിന്നെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും അവളും രാവിലെ പോയി. കാരണം വെച്ചാൽ നമ്മൾ തിളമ്പേറ്റുന്ന ആനല്ലേ, ആ ആനേനെ സ്വീകരണം ഉണ്ടായിരുന്നു. ആനപ്രേമികൾ എന്ന ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അവർ സ്വീകരിക്കും. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നീട് ഞാനും അമ്പലത്തിലേക്ക് വന്ന് പറയൊക്കെ എടുത്തു. ഈ ഒരു പറ നിറയ്ക്കുന്നത് ഞാനല്ല കേട്ടോ, വേറൊരു ചേച്ചിയാണ്. അപ്പം ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതേ ഉള്ളൂ. പറയൊക്കെ നിറച്ച് ഞങ്ങളങ്ങനെ നേരെ അമ്പലത്തിലൊക്കെ തൊയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പം കളിപ്പാട്ടാണല്ലോ, ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര ഒച്ചപ്പാട്ടും ബഹളമായിരുന്നു അവൾ. അങ്ങനെ അവൾക്കത് മേടിച്ചു കൊടുത്തു. 7ാമത്തെ ദിവസമാണെന്ന് ഉത്സവം. ആ 7 ദിവസത്തിൽ 2 ദിവസം വെച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും ഞാൻ വന്നിട്ടുണ്ട്. ആ ബാക്കി എല്ലാ ദിവസവും അവൾക്ക് കളിപ്പാട്ടവും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര വിലയാണ് ഒന്നത്. അങ്ങനെ നേരെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പവും ചിക്കൻ കറിയും കഴിച്ചു. ഇനി ചിക്കൻ കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല, വ്രതമൊക്കെ മുറിച്ചു. കാരണം ഇനി നമ്മൾ വൈകിട്ട് അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കയറില്ല, ജസ്റ്റ് അവിടെ നിന്ന് പോവുകയുള്ളൂ. കാരണം ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരികയുള്ളൂ. 12 മണിക്ക് വെടിക്കെട്ടുണ്ട്. കഴിഞ്ഞ വർഷം 12 മണി വരെ നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് വരുള്ളൂ വന്നത്. ഇത്തവണ അങ്ങനെ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പായസം ഉണ്ടാക്കി. ഞാൻ പായസവും പപ്പടമൊക്കെ പൊരിച്ചു. കാരണം അച്ഛനമ്മ ആലുവ എത്തിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അവരെ കൊണ്ടുവരാൻ പോകാൻ. അപ്പോൾ ചോറായി, ചിക്കൻ കറിയായി, പിന്നെ തോരൻ, അവിയൽ, മോരുകറി, പപ്പടം, പിന്നെ അവൾക്ക് എരിവില്ലാണ്ട് 2 ചിക്കൻ വറുക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടുവരാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ സെയിം ആണല്ലോ, നിങ്ങൾ ഒരുമിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരിക്കലും ബ്ലാക്ക് അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമല്ല. ചാനലിൽ ബ്ലാക്ക് ഷർട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിളല്ലേ, ബ്ലാക്ക് സിമ്പിൾ, എനിക്കത് ഇഷ്ടം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരെ കൊണ്ടുവന്ന വഴിക്ക് ഞങ്ങൾ അവരെ അമ്പലം ഒന്ന് കാണിച്ചു. കാരണം രാത്രി പോകുമ്പോൾ അമ്പലം ഒന്ന് കാണാൻ പോലും പറ്റില്ല, അത്രക്കും തിരക്കായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറൊക്കെ തിന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. ഒരു 4-5 മണി വരെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടാണ് വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിലെത്തിയപ്പോൾ നമ്മൾ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേളവും നടക്കുന്നുണ്ട് അവിടെ. ഞാൻ പിന്നെ സൗണ്ട് ഇതാക്കായിട്ടാണ് മേളം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയും